നമസ്കാരം. ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. ഇതിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും നടന്നു. ജില്ലയിലെ വിവിധ ദേവാലയങ്ങളിൽ നടന്ന ദുഃഖവെള്ളി തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തത് ആയിരക്കണക്കിന് വിശ്വാസികൾ. വനംവകുപ്പ് കുരിശ് പൊളിച്ചു മാറ്റിയ തൊടുപുഴ തൊമ്മൻകുത്ത് നാരങ്ങാനത്തേക്ക് വിശ്വാസികൾ കുരിശിന്റെ വഴി നടത്തി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്നത് വലിയ പോലീസ് സന്നാഹം. തൊമ്മൻകുത്തിൽ കുരിശു പൊളിക്കുകയും ദുഃഖവെള്ളിയാഴ്ച കുരിശിന്റെ വഴി പ്രദക്ഷിണം തടസ്സപ്പെടുത്തിയതും ഫാസിസ്റ്റ് നടപടിയെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ്. ഇടുക്കിയുടെ ഹൃദയഭാഗത്തുകൂടി കടന്നുപോകുന്ന അടിമാലി കുമളി ദേശീയപാത 185 രണ്ടാം ഘട്ട നവീകരണത്തിന്റെ പ്രാരംഭ നടപടി ആരംഭിച്ചു. പാത സമ്മാനിക്കുക, ജില്ലയുടെ കാർഷികം, വിനോദസഞ്ചാരം, ചരക്ക് നീക്കം എന്നീ മേഖലകൾക്ക് പുത്തൻ ഉണർവ്. പരമാവധി വളവുകൾ ഒഴിവാക്കി ഉയർന്ന നിലവാരത്തിൽ നിർമ്മിക്കുന്ന പാത അതിവേഗം പൂർത്തിയാക്കാൻ ലക്ഷ്യം. HCN എക്സ്ക്ലൂസീവ്. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ 7 കമ്പി നടിശ്ശേരിപ്പടി റോഡിൽ യാത്രാ ദുരിതമേറുന്നു. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ 11ാം വാർഡിലൂടെ കടന്നുപോകുന്ന റോഡ് കാലങ്ങളായി അറ്റകുറ്റപ്പണികൾ നടത്താതെ പഞ്ചായത്ത് അധികൃതർ അവഗണിക്കുകയാണെന്ന് ആരോപണം. വിശദമായ വാർത്തകൾ. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. ഇതിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും നടന്നു. ജില്ലയിലെ വിവിധ ദേവാലയങ്ങളിൽ നടന്ന ദുഃഖവെള്ളി തിരുക്കർമ്മങ്ങളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. മനുഷ്യരുടെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുത്ത യേശു കുരിശുമരണം വരിച്ച ദിവസം ക്രൈസ്തവർക്ക് മാത്രമല്ല ലോകത്തെ സർവ്വ മനുഷ്യർക്കും വെളിച്ചം പകരുന്ന അസാധാരണമായ ത്യാഗത്തിന്റെ ഓർമ്മ പുതുക്കലാണ് ദുഃഖവെള്ളി. സഹനത്തിന്റെ യാത്രയ്ക്കൊടുവിലായിരുന്നു ആ മരണം. പീലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽത്ത മല വരെ കുരിശും വഹിച്ചുകൊണ്ടുള്ള യാത്ര, ചാട്ടവാറടികൾ, പരിഹാസങ്ങൾ. കുരിശുമരണത്തിലൂടെ യേശു മനുഷ്യരാശിയെ പാപങ്ങളിൽ നിന്ന് രക്ഷിച്ചു. ക്രൈസ്തവർ ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഈ ദിനം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുകയായിരുന്നു. ദേവാലയങ്ങളിൽ പീഡാനുഭവ വായനയും കുരിശിന്റെ രഹസ്യവും മഹത്വവും വ്യക്തമാക്കുന്ന പ്രാർത്ഥനകളും നടന്നു. യേശുവിന്റെ പീഡാനുഭവ വഴികളിലെ സംഭവങ്ങളെ അനുസ്മരിച്ചുകൊണ്ടുള്ള കുരിശിന്റെ വഴിയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും അസാധാരണ മാതൃകയായി മാറിയ ഈ ദിനം ക്രൈസ്തവർക്ക് മാത്രമല്ല ലോകത്തെ സർവ്വ മനുഷ്യർക്കും തന്നെ വെളിച്ചം പകരുന്നതാണ്. കിഴക്കിന്റെ കാൽവരി എന്നറിയപ്പെടുന്ന എഴുകുമ്പയിൽ കുരിശുമലയിൽ ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായി നിരവധി വിശ്വാസികൾ മലകയറി. രാവിലെ 7 മണിക്ക് മലയടിവാരത്തുള്ള ടൗൺ കപ്പേളയിൽ നിന്നും ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ പിതാവിന്റെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലി പരിഹാര പ്രദക്ഷിണമായി മലമുകളിൽ എത്തിച്ചേർന്നു. ദുഃഖവെള്ളിയോടനുബന്ധിച്ച് മലമുകളിലുള്ള ദേവാലയത്തിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങേ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രന് ആരാധനയും രക്ഷകൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടുന്നവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെടുവാനാകുന്നു. നന്മ
മലമുകളിലുള്ള തിരുക്കർമ്മങ്ങൾക്ക് എഴുകുമ്പയിൽ കുരിശുമല റെക്ടർ ഫാദർ തോമസ് വട്ടമല, അസിസ്റ്റന്റ് വികാരി ഫാദർ ലിബിൻ വള്ളിയാംതടം, ഫാദർ ആന്റണി പാലപ്പുളിക്കൽ, ഫാദർ അമൽ മണിമലക്കുന്നിൽ എന്നിവർ സഹകാർമ്മികരായിരുന്നു. ഇടുക്കി ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും സ്വകാര്യ ബസ്സുകളും KSRTCയും എഴുകുംവയലിലേക്ക് സർവീസ് നടത്തി. മല കയറിയെത്തുന്ന വിശ്വാസികൾക്കായി 2000 കിലോ അരിയുടെ കഞ്ഞിയും 1000 കിലോ മാങ്ങ അച്ചാറും ഒരുക്കിയിരുന്നു. കൂടാതെ കുടിവെള്ളവും വൈദ്യസഹായവും കുരിശുമല കമ്മിറ്റി ഭാരവാഹികൾ ഏർപ്പെടുത്തിയിരുന്നു. മണ്ണും പണവും മനുഷ്യന്റെ സ്വാർത്ഥതയുടെ അടയാളമായി മാറുന്നുവെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ മാർ ജോസ് പുളിക്കൽ. കുമളി വെള്ളാരംകുന്ന് സെന്റ് മേരീസ് ദേവാലയത്തിലെ ദുഃഖവെള്ളി തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെള്ളാരംകുന്ന് സെന്റ് മേരീസ് ദേവാലയത്തിൽ ദുഃഖവെള്ളി ആചരിച്ചു. മുഴുവൻ വിശ്വാസികളും പള്ളിയിലെ കർമ്മങ്ങൾക്ക് സന്നിഹിതരായിരുന്നു. ആത്മഹത്യയും ലഹരി ഉപയോഗവും സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ മാതാപിതാക്കളെ കൊല്ലുകയും പൊതുസമൂഹത്തിൽ മറ്റുള്ളവരെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പോരടിക്കുന്ന ഒരു സമൂഹമാണ് ചുറ്റുമുള്ളത്. സ്വത്തിനു വേണ്ടി കലഹിക്കുന്നത് ചോര ഒഴുകുന്നതിലേക്ക് വരെ എത്തുന്നു. ഇതിനെല്ലാം അറുതി വരുത്തേണ്ടതുണ്ട്. മണ്ണും പണവും മനുഷ്യന്റെ സ്വാർത്ഥതയുടെ അടയാളമായി മാറിയിരിക്കുന്നുവെന്നും കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ മാർ ജോസ് പുളിക്കൽ പറഞ്ഞു. അരുതാത്ത സന്തോഷങ്ങളൊന്നും ജീവിതത്തിൽ വരില്ല എന്നുള്ളത് സുവിശേഷത്തിൽ അധിഷ്ഠിതമായ ഒരു നിലപാടാണ്. അതിന് കുരിശിന്റെ സ്വഭാവമുണ്ട്, കുരിശിന്റെ വെളിച്ചമുണ്ട്. ആ നിലപാടിൽ അവരിനോട് അനീതി പ്രവർത്തിക്കില്ല, സത്യശുദ്ധമായ നീതിബോധത്തോടെ ജീവിക്കുമെന്നുള്ളത് സുവിശേഷാധിഷ്ഠിതമായ നിലപാടാണ്. ആ നിലപാടിനകത്തൊരു ത്യാഗമുണ്ട്. അർഹിക്കുന്നവന് അർഹിക്കുന്ന കൂലി കൊടുക്കും എന്നുള്ളതൊരു നിലപാടാണ്. ആ നിലപാടിനകത്ത് ത്യാഗമുണ്ട്. അതിന്റെ പേര് കുരിശെന്നാണ്. പള്ളിയങ്കണത്തിലെ ചടങ്ങുകൾക്ക് ശേഷം കുരിശുമല കയറ്റം നടന്നു. കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ മാർ ജോസ് പുളിക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് തിരുക്കർമ്മങ്ങൾ നടന്നത്. വനം വകുപ്പ് കുരിശു പൊളിച്ചു മാറ്റിയ തൊടുപുഴ തൊമ്മൻകുത്ത് നാരങ്ങാനത്തേക്ക് വിശ്വാസികൾ കുരിശിന്റെ വഴി നടത്തി. തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളിയുടെ നേതൃത്വത്തിലായിരുന്നു പരിഹാര പ്രദക്ഷിണം. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്ത് വലിയ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിരുന്നു. തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളിയുടെ നേതൃത്വത്തിലായിരുന്നു പരിഹാര പ്രദക്ഷിണം. തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി നാരങ്ങാനത്ത് സ്ഥാപിച്ച കുരിശ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിഴുതുമാറ്റിയിരുന്നു. കാളിയ റേഞ്ച് ഓഫീസിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥരാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുരിശ് പിഴുതെടുത്തത്. 40-ാം വെള്ളി ദിനത്തിലാണ് കുരിശു സ്ഥാപിച്ചതും വെഞ്ചരിപ്പ് നടത്തിയതും. ഈ സ്ഥലത്തേക്കാണ് വിശ്വാസികൾ കുരിശിന്റെ വഴി നടത്തിയത്. സെന്റ് തോമസ് പള്ളിയിൽ നിന്ന് ആരംഭിച്ച കുരിശിന്റെ വഴി കുരിശു സ്ഥാപിച്ച ഭൂമിയിൽ സമാപിച്ചു. കുരിശ് പൊളിച്ച പ്രദേശത്തേക്ക് കയറരുതെന്ന് വിശ്വാസികളോട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും വിശ്വാസികൾ അതേ സ്ഥലത്തെത്തി പ്രാർത്ഥന നടത്തി. പ്രദേശം പൂർണ്ണമായും കൈവശ ഭൂമിയാണെന്നും പട്ടയം ലഭിക്കുവാനടക്കം അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും വനംവകുപ്പിന്റേത് അധാർമികമായ നടപടിയാണെന്നും വിശ്വാസികൾ പറഞ്ഞു. പട്ടയമില്ലാത്ത ഭൂമിയെല്ലാം തങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കാനുള്ള ഫോറസ്റ്റുകാരുടെ ഗൂഢപദ്ധതിയുടെ ഭാഗമാണ്. അതാണ് ഈ ഭൂമിയല്ല, കൈവശ ഭൂമിയുണ്ട്. 60-65 വർഷങ്ങളായിട്ട് ആളുകൾ താമസിക്കുന്ന പ്രദേശമാണിത്. നിങ്ങൾക്കറിയാം, ഇതിന് നാലു ചുറ്റും വീടുകളുണ്ട്. ഇങ്ങനെയുള്ള പാറപ്പുറത്ത് മാത്രമേ കൃഷിയും വീടുകളും ഇല്ലാത്തതുള്ളൂ. ഇതിനിടയ്ക്ക് ഈ ജണ്ട ഇട്ടിരിക്കുന്നതിനും ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിനും ഇടയ്ക്ക് 700 മീറ്റർ നീളമുണ്ട്. എന്ന് പറഞ്ഞാൽ 700 മീറ്റർ അകലെയാണ് ജണ്ടയിൽ നിന്ന് ഈ സ്ഥലം. ഇതിനിടയ്ക്ക് ജണ്ടയ്ക്കും ഈ സ്ഥലത്തിനും ഇടയ്ക്ക് പട്ടയഭൂമിയുണ്ട്, വീടുകളുണ്ട്. നിങ്ങൾക്കറിയാം, 40 വർഷം പഴക്കമുള്ള തെങ്ങൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വനം വകുപ്പിൻ്റേതാണെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ നാട്ടുകാരൊക്കെ പറയുന്നത് ഈ ആനചാടിക്കുത്തെന്ന സ്ഥലം അവർ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയാണ് അവർ ഈ ജനങ്ങളെ കുടിയിറക്കാനായിട്ടുള്ള നീക്കം അവർ നടത്തുന്നത്. പൊളിച്ചു നീക്കിയ കുരിശ് അതേ സ്ഥലത്ത് തന്നെ പുനഃസ്ഥാപിക്കണമെന്നാണ് വിശ്വാസികളുടെ ആവശ്യം. ഈ ഭൂമി കൈവശ ഭൂമിയാണ്. ഇവിടെ നിരവധി കുരിശുകൾ, അതുപോലെ അമ്പലങ്ങളും അതുപോലെ ദേവാലയങ്ങളെല്ലാം പട്ടയമില്ലാത്ത ഭൂമിയിലാണ് മലയോര മേലെ ഇരിക്കുന്നത്. അതേ സ്റ്റാറ്റസുള്ള ഭൂമിയാണ് ഇത്. ഈ കുരിശ് ഇവിടെ സ്ഥാപിക്കാൻ യാതൊരു തടസ്സവും ഫോറസ്റ്റുകാർ ഉന്നയിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഇല്ല. 65 വർഷം പഴക്കമുള്ള ഭൂമിയാണ് ഇവിടെ. ഈ വാരം കഴിയുമ്പോൾ നാളെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഒറ്റക്കെട്ടാണ്. ഇവിടെ ആരും ഇതിന് മാറി നിൽക്കുന്നില്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ്. എല്ലാ മതങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ പ്രസ്ഥാനങ്ങളും ഒറ്റക്കെട്ടായി ഇവിടെ കുരിശ് സ്ഥാപിക്കണമെന്നുള്ള അഭിപ്രായം. കുരിശ് സ്ഥാപിച്ച സ്ഥലം വനഭൂമിയിൽ ഉൾപ്പെട്ട പ്രദേശമാണെന്ന അവകാശവാദം ഉന്നയിച്ചായിരുന്നു കുരിശ് പൊളിച്ചു നീക്കിയത്. തൊമ്മൻകുത്തിൽ കുരിശു പൊളിക്കുകയും ദുഃഖവെള്ളിയാഴ്ച കുരിശിന്റെ വഴി പ്രദക്ഷിണം തടസ്സപ്പെടുത്തിയതും ഫാസിസ്റ്റ് നടപടിയെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ്. വനം വകുപ്പിന് യാതൊരു അവകാശവുമില്ലാത്ത മേഖലയിൽ കയ്യേറ്റം നടത്തുന്നത് കൂടുതൽ വനഭൂമി സൃഷ്ടിച്ച് എടുക്കുന്നതിനു വേണ്ടിയും ജനങ്ങളെ കുടിയിറക്കി വിടുന്നതിനുമായാണ്. ജോയിന്റ് വെരിഫിക്കേഷന് ശേഷം ഈ പ്രദേശം വനം വകുപ്പിന് അവകാശപ്പെട്ടതാണെങ്കിൽ പറയുന്നതിൽ ഒരു ന്യായം കാണാൻ കഴിയും.
കൂടുതൽ വനപ്രദേശം സാധ്യമാക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ നയത്തിന്റെ ഭാഗമായിട്ടാണ് വനം വകുപ്പ് ഇക്കാര്യങ്ങൾ ചെയ്യുന്നതെന്നും ഡീൻ കുര്യാക്കോസ് തൊടുപുഴയിൽ ആരോപിച്ചു. തൊമ്മൻകുത്തിൽ കുരിശ് പൊളിക്കുകയും ഇന്ന് ദുഃഖവെള്ളിയാഴ്ച ദിവസം കുരിശിന്റെ വഴി പ്രദക്ഷിണം തടസ്സപ്പെടുത്തുകയും ചെയ്തത് ഫാസിസ്റ്റ് നടപടിയാണ്. എന്തുകൊണ്ടെന്നാൽ ഭരണഘടന അനുശാസിക്കുന്ന തത്വങ്ങൾ ഇപ്പോൾ മതസ്വാതന്ത്ര്യവും അതോടൊപ്പം തന്നെ ആരാധനാ സ്വാതന്ത്ര്യവും അതാർക്കും നിഷേധിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ജോയിന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഈ പറയപ്പെടുന്ന പ്രദേശം വനംവകുപ്പിന് അവകാശപ്പെട്ടതാണ് എങ്കിൽ നമുക്ക് ഈ പറയുന്നതിനൊക്കെ ഒരു ന്യായം നമുക്ക് കാണാൻ കഴിയും. ഇത് യാതൊരു ന്യായവുമില്ലാതെ വനംവകുപ്പ് കാട്ടിക്കൂട്ടുന്ന ഒരു കോപ്രായമായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയുള്ളൂ. അതിക്രമമാണ് നടന്നിട്ടുള്ളത്. ഇവിടെ ജനങ്ങളെ കുടിയൊഴിപ്പിച്ചു വിട്ട് കൂടുതൽ വനപ്രദേശം സാധ്യമാക്കുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് വനംവകുപ്പ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ ആരോപിക്കുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ അവിടെ വലിയ ബന്ദോബസ്ത് സൃഷ്ടിച്ച് ആ കുരിശിൻ്റെ വഴി ആരാധനയെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. ഇത് അങ്ങേയറ്റം അപലപനീയമാണ്. ആരാധനാ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണ്. അപ്പോൾ അന്നത്തെ ദിവസം തന്നെ കുരിശ് പൊളിച്ചു മാറ്റിയതും തെറ്റാണ്. ഇന്ന് കുരിശിന്റെ വഴി പ്രദക്ഷിണം തടസ്സപ്പെടുത്തിയതും തെറ്റാണ്. ഇടുക്കിയുടെ ഹൃദയഭാഗത്തു കൂടി കടന്നുപോകുന്ന അടിമാലി കുമളി ദേശീയപാത 185-ന്റെ രണ്ടാം ഘട്ട നവീകരണത്തിന്റെ പ്രാരംഭ നടപടി ആരംഭിച്ചു. ജില്ലയുടെ കാർഷികം, വിനോദസഞ്ചാരം, ചരക്ക് നീക്കം എന്നീ മേഖലകൾക്ക് പുത്തൻ ഉണർവാകും പാത സമ്മാനിക്കുക. പരമാവധി വളവുകൾ ഒഴിവാക്കി ഉയർന്ന നിലവാരത്തിൽ നിർമ്മിക്കുന്ന പാത അതിവേഗം പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. HCN എക്സ്ക്ലൂസീവ്. ജില്ലയിലെ പ്രധാന ടൗണുകളായ അടിമാലിയെയും കുമളിയെയും ബന്ധിപ്പിച്ച് ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനമായ കട്ടപ്പനയിലൂടെ കടന്നുപോകുന്ന ദേശീയപാതയാണ് മുഖം മിനുക്കുന്നത്. രണ്ടാം ഘട്ട വികസനത്തിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. സ്ഥലം ഏറ്റെടുക്കൽ ജോലികൾക്കായി 484 കോടി രൂപ ചെലവഴിക്കും. തുടർന്ന് ടാറിംഗ്, കലുങ്കുകൾ, പാലങ്ങൾ എന്നിവയുടെ നിർമ്മാണം ഉൾപ്പെടെ 800 കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയെയും കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയെയും തമ്മിൽ ബന്ധിക്കുന്ന പാത കൂടിയാണിത്. നിരവധി വിനോദസഞ്ചാര മേഖലകളിൽ കൂടിയാണ് പാത കടന്നുപോകുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. രണ്ടാം ഘട്ട നിർമ്മാണം പൂർത്തിയാകുമ്പോൾ അടിമാലി മുതൽ കുമളി വരെയുള്ള ദൂരം 77 കിലോമീറ്ററായി കുറയുമെന്നാണ് ദേശീയപാത അതോറിറ്റി പറയുന്നത്. 30 മീറ്റർ വീതിയിൽ സ്ഥലം ഏറ്റെടുക്കും. 10 മീറ്ററോ 13 മീറ്ററോ വീതിയിലായിരിക്കും ടാറിംഗ്. പരമാവധി വളവുകൾ ഇല്ലാതാക്കി ആവശ്യമായ സ്ഥലങ്ങളിൽ പാലങ്ങളും നിർമ്മിക്കും. ടൗണുകൾ ഒഴിവാക്കി ബൈപ്പാസുകൾ ഉപയോഗിച്ച് പരമാവധി വേഗത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് അതോറിറ്റി ലക്ഷ്യമിടുന്നതെന്ന് ഡീൻ കുര്യാക്കോസ് MP പറഞ്ഞു. 0 കിലോമീറ്റർ മുതൽ, അതായത് തുടക്കം മുതൽ അടിമാലി മുതൽ പകുതി വരെ ഒരു സ്ട്രെച്ചും പിന്നീട് അടുത്ത ഘട്ടവും, അങ്ങനെ 2 ഘട്ടങ്ങളിലായി പൂർത്തീകരിക്കണം എന്നുള്ളൊരു നിലയിലേക്ക് കാര്യങ്ങൾ മാറി. പകുതിപ്പാലം മുതൽ ഡബിൾ കട്ടിംഗ് വരെ 27 കിലോമീറ്റർ ഭാഗത്ത് ആദ്യഘട്ട നിർമ്മാണം പൂർത്തീകരിക്കണം എന്ന് ആലോചിച്ച് തീരുമാനിക്കുകയും അതിനടിസ്ഥാനത്തിലുള്ള DPR ഉൾപ്പെടെ പൂർത്തീകരിക്കപ്പെടുകയും അന്തിമ അനുമതിക്ക് വേണ്ടി ഫിനാൻസ് സാങ്ഷന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ കേന്ദ്ര മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത് അടിമാലി മുതൽ ഡബിൾ കട്ടിംഗ് വരെ നിർമ്മാണം പൂർത്തീകരിക്കേണ്ടതുണ്ട് ആദ്യഘട്ടമായി എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു നിലയിൽ ഉള്ള ഒരു ഡിലേ ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും 3 ക്യാപിറ്റലെ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു വർഷക്കാലം അതിൻ്റെ കാലാവധിയുണ്ട്. ആ ഒരു വർഷക്കാലത്തിനിടയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന തരത്തിൽ ഭൂമി ഏറ്റെടുക്കൽ ആദ്യഘട്ടം പൂർത്തീകരിച്ചാൽ മതിയാകുമെന്നുള്ള നിലയിലാണ് കാര്യങ്ങളുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ പകുതിപ്പാലം വരെ, അടിമാലിയിൽ നിന്ന് പകുതിപ്പാലം വരെയുള്ള ആ ഒരു മേഖലയുടെ DPR നടപടികൾ ഉൾപ്പെടെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ദേശീയപാത വിഭാഗം തീരുമാനിച്ചിട്ടുള്ളത്. വർഷങ്ങളായുള്ള ഹൈറേഞ്ചുകാരുടെ കാത്തിരിപ്പിനൊടുവിൽ 2016 അടിമാലി കുമളി ദേശീയപാത അനുവദിച്ചത്. 2016-17 സാമ്പത്തിക വർഷം 100 കോടി രൂപ മുതൽ മുടക്കിൽ ദേശീയപാത യാഥാർത്ഥ്യമായി. ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളുടെയും ചെറു ടൗണുകളുടെയും വികസനത്തിന് ദേശീയപാത പ്രധാന പങ്ക് വഹിച്ചു. വിനോദസഞ്ചാരികൾക്ക് വേഗത്തിൽ ടൂറിസം കേന്ദ്രങ്ങളിൽ എത്തിച്ചേരാൻ പാത സഹായകരമാകുന്നു. ആനവിലാസം ഉൾപ്പെടെയുള്ള അവികസിത മേഖലകളും വികസനത്തിലേക്ക് കുതിച്ചു. വ്യാപാര, വ്യവസായ, കാർഷിക മേഖലകളുടെ മുന്നേറ്റവും ദേശീയപാതയുടെ വരവോടെ യാഥാർത്ഥ്യമായി. നിൽക്കുന്നത് തടിയമ്പാട് നിർദ്ദിഷ്ട CRIF പദ്ധതിയുടെ പാലം ഇതോടൊപ്പം തന്നെ കണക്ട് ചെയ്തുകൊണ്ടാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിൻ്റെ അനുമതിക്ക് വേണ്ടി അന്തിമഘട്ടത്തിലേക്ക് നിൽക്കുന്നത്. അതിൻ്റെ ടെൻഡർ നടപടികൾ, തടിയമ്പാട് പാലത്തിൻ്റെ ടെൻഡർ നടപടികൾ ഉടൻ തന്നെ അത് ആരംഭിക്കുന്നതും, എന്ന് വെച്ചാൽ അതിൻ്റെ ടെൻഡർ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ടുള്ള നോട്ടീസ് പരസ്യം ചെയ്യുന്നതൊക്കെയാണ് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും തടിയമ്പാട് പാലവും ഉൾപ്പെടെ
ഈ ദേശീയപാതയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു നിലയിൽ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ തടിയമ്പാട് നിന്നും ഒരു ബൈപ്പാസ് ഇടുക്കിയിലേക്ക് എന്നുള്ള നിലയിലേക്ക് ആ കാര്യത്തിൽ ഒരു നേട്ടം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. കാർഷിക തോട്ടം മേഖലകളിലൂടെയുള്ള യാത്ര സഞ്ചാരികൾക്ക് നവ്യാനുഭവമാണ്. രണ്ടാം ഘട്ട നവീകരണത്തോടെ ടൗണുകളുടെ വികസനത്തിന് കുതിപ്പേകുമെന്ന് ഉറപ്പാണ്. വിനോദസഞ്ചാര വികസനത്തിനും ദേശീയപാത മുഖ്യ പങ്ക് വഹിക്കുന്നു. എറണാകുളം ഉൾപ്പെടെയുള്ള മറ്റു ജില്ലകളിലേക്ക് പോകാനും ആളുകൾ ഈ പാതയാണ് പ്രധാനമായി ആശ്രയിക്കുന്നത്. കൊന്നത്തടി മരക്കാനം കൊമ്പടിഞ്ഞാൽ റോഡിൽ പൊന്മുടി പ്ലാന്റേഷന് സമീപം മിനി വാൻ താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടം. വിനോദസഞ്ചാരികൾ യാത്ര ചെയ്തിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനയാത്രികർ ചെറിയ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. തേക്കടിയിൽ നിന്ന് മൂന്നാറിലേക്ക് പോകുകയായിരുന്ന ബാംഗ്ലൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന മിനി വാനാണ് മരക്കാനം കൊമ്പടിഞ്ഞാൽ റോഡിൽ പൊന്മുടി പ്ലാന്റേഷൻ ഭാഗത്ത് വെച്ച് അപകടത്തിൽപ്പെട്ടത്. വാഹനം താഴ്ചയിലേക്ക് പതിക്കുകയായിരുന്നു. വാഹനത്തിൽ ഡ്രൈവർ അടക്കം 21 പേരാണ് യാത്രക്കാരായി ഉണ്ടായിരുന്നത്. പരിക്ക് സംഭവിച്ചവരെ ഉടൻ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അപകടത്തിൽ വാഹനത്തിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. അടിമാലി കുമളി ദേശീയപാതയിൽ കട്ടപ്പന നിർമ്മല സിറ്റിക്ക് സമീപം ഇരുചക്ര വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. കട്ടപ്പന ഭാഗത്തു നിന്നും വാഴവര ഭാഗത്തേക്ക് പോകുകയായിരുന്ന സ്കൂട്ടർ മുൻപിൽ പോയ വാഹനങ്ങളെ വളവിൽ വെച്ച് മറികടക്കുന്നതിനിടയിൽ എതിർദിശയിൽ വന്ന ബൈക്കുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ ഇരു വാഹനങ്ങളും മറിഞ്ഞു വീണു. വാഹനങ്ങളിൽ ഉണ്ടായിരുന്ന 4 പേർക്ക് പരിക്കേറ്റു. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ അല്പനേരം ഗതാഗതം തടസ്സപ്പെട്ടു. റോഡ് ആധുനിക നിലവാരത്തിൽ നവീകരിച്ചതോടെ ഇവിടെ അപകടങ്ങൾ പതിവാണ്. റോഡിന്റെ വീതി കുറവാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ലഹരി ഒഴുകിയിരുന്ന ഹൈറേഞ്ചിന്റെ മണ്ണിൽ ലഹരിക്കെതിരെ പോരാടിയ ഫാദർ തോമസ് ആയില അന്തരിച്ചു. കാഞ്ചാറിലടക്കം ലഹരിക്കെതിരെ വൻ മുന്നേറ്റം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. എല്ലാ മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെതെന്ന് കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ മാർ ജോസ് പുളിക്കൽ അനുസ്മരിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപതാ അംഗവും ചങ്ങനാശ്ശേരി സോഷ്യൽ സർവീസ് സൊസൈറ്റി സ്ഥാപക ഡയറക്ടറുമായിരുന്ന ഫാദർ തോമസ് ആയില അന്തരിച്ചു. 1989 മുതൽ 1993 വരെ കാഞ്ചാർ സെന്റ് മേരീസ് ദേവാലയത്തിലെ വികാരിയായിരുന്നു അദ്ദേഹം. അന്നു മുതൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു കാഞ്ചാറിന്റെ മണ്ണിൽ നടത്തിയത്. ലഹരിക്കെതിരെ നടത്തിയ വിവിധ പ്രവർത്തനങ്ങളിൽ മേഖലയിലെ യുവജനങ്ങളും പങ്കാളികളായി ചേർന്നു. പലപ്പോഴും ലഹരിക്ക് അടിമയായവരെ സ്വന്തം കയ്യിൽ നിന്ന് പണം മുടക്കി ലഹരി വിമുക്തി കേന്ദ്രങ്ങളിലെത്തിച്ചു. ആ കുടുംബങ്ങൾക്ക് കൈത്താങ്ങായും നിന്നു. ഇടുക്കി ജില്ലയിൽ മാത്രമല്ല, അദ്ദേഹം വികാരിയായിരുന്ന ദേവാലയങ്ങളുടെ പ്രദേശങ്ങളിലും അദ്ദേഹം സഞ്ചരിച്ചിരുന്ന മേഖലകളിലുമെല്ലാം ലഹരിക്കെതിരെ ശക്തമായി ഇടപെടൽ നടത്തിയിരുന്ന വ്യക്തിത്വമായിരുന്നു ഫാദർ തോമസ് ആയില എന്ന കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ മാർ ജോസ് പുളിക്കൽ പറഞ്ഞു. മദ്യവും മയക്കുമരുന്നും വല്ലാതെ വർദ്ധിച്ചു വന്ന് കുറ്റകൃത്യങ്ങളിലേക്കും കൊലപാതകങ്ങളിലേക്കും ആത്മഹത്യയിലേക്കും ഒക്കെ ഇന്ന് കേരളം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിഭീകരമായ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ അയലേച്ചന്റെ ഓർമ്മകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. ഇന്ന് ഒരു പരിധിവരെ ഗവൺമെന്റ് അതിനോട് സഹകരിച്ച് മുന്നോട്ട് നീങ്ങുന്നു. ഒപ്പം സന്നദ്ധ സംഘടനകളും സഭയുമെല്ലാം ശക്തമായ രീതിയിൽ ലഹരിക്കെതിരെ ഇന്ന് പോരാട്ടത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. സഭ മുൻകാലങ്ങളിൽ തന്നെ ലഹരിക്കെതിരെ ശക്തമായിട്ട് സംസാരിക്കുകയും മദ്യവർജന സമിതികൾ രൂപീകരിച്ചുകൊണ്ട് കർമ്മപരിപാടികൾ ആവിഷ്കരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്താണ് അച്ഛനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ. ഒരുപക്ഷെ അച്ഛൻ അന്ന് തുടങ്ങി വെച്ച ആ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ശക്തമായ ഒരു തുടർച്ചയാണ് ഇന്ന് നമുക്കുള്ളത്. ഒരുമിച്ച് ഇക്കാര്യത്തിൽ മുന്നേറേണ്ടതുണ്ട്. അപകടകരമായ ഒരു പ്രതിസന്ധിയിലേക്ക് നാട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അച്ഛനെ ഓർക്കാം. ശക്തമായിട്ട് ലഹരിക്കെതിരെ ഒരുമിച്ച് മുന്നേറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അദ്ദേഹം നടത്തിയ നിരവധി നിരാഹാര സമരങ്ങളും പദയാത്രയും ഏറെ ശ്രദ്ധേയമായിരുന്നു. അവയ്ക്കെല്ലാം സമൂഹത്തിലെ വിവിധ ആളുകൾ ഐക്യദാർഢ്യവും അർപ്പിച്ചിരുന്നു. ലഹരി ഒഴുകിയിരുന്ന ഹൈറേഞ്ചിലെ 90കളിൽ അവയ്ക്കെതിരെ ചെറുത്തുനിന്ന പുതിയൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. കൂടാതെ ബസ്സുകളിൽ പുകവലി നിരോധിച്ചുകൊണ്ടുള്ള ബോർഡുകളുണ്ടായിരുന്നെങ്കിലും കർശനമാക്കിയത് ഫാദർ തോമസ് ആയിലയുടെ എടുത്തുപറയേണ്ട ഇടപെടലാണ്. അതോടൊപ്പമാണ് ജില്ലയിലെ വിവിധ കൊച്ചുപട്ടണങ്ങളിൽ ലഹരിക്കെതിരെയുള്ള സന്ദേശമുയർത്തിക്കൊണ്ടുള്ള ഫീമൻ കട്ടൌട്ടറുകൾ അന്നത്തെ കാലത്ത് സ്ഥാപിച്ചത്. കൂടാതെ അനധികൃത മദ്യശാലകൾക്കെതിരെയും ശക്തമായി സ്വരമുയർത്തിയിരുന്ന ഫാദർ തോമസ് ആയിലയുടെ മരണം കാഞ്ചാറിന് തീരാനോവാണ് സമ്മാനിക്കുന്നത്. സംസ്കാരം ശനിയാഴ്ച രാവിലെ 9:15 ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടത്തലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ശുശ്രൂഷ നടത്തിയ ശേഷം 11 മണിമല ഹോളിമാഗി ഫൊറോന പള്ളിയിൽ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ, ബിഷപ്പ് മാർ മാത്യു അറക്കൽ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കും. പീഡാനുഭവത്തിന്റെ ഓർമ്മ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. വണ്ടിപ്പെരിയാർ അസംഷൻ ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ ഇഞ്ചിക്കാട് കുരിശുമലയിലേക്ക് പീഡാനുഭവ യാത്രയും നടന്നു.
വണ്ടിപ്പെരിയാർ അസംഷൻ ദേവാലയത്തിൽ നിന്നും രാവിലെ 9 മണിക്ക് കുരിശിന്റെ വഴി ആരംഭിച്ചു. ഇഞ്ചിക്കാട് കുരിശുമലയിലേക്കായിരുന്നു കുരിശിന്റെ വഴി നടന്നത്. യേശുക്രിസ്തുവിന്റെ പീഡാനുഭവം ഓർമ്മപ്പെടുത്തി വിശ്വാസികൾ പ്രത്യേക പ്രാർത്ഥന ചൊല്ലി കുരിശുമല കയറി. വിവിധ സാമുദായിക മതസംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ കുടിവെള്ളം വിശ്വാസികൾക്കായി ഒരുക്കിയിരുന്നു. കുരിശുമലയിൽ എത്തിയ വിശ്വാസികൾ നേർച്ച വാങ്ങി മടങ്ങി. വണ്ടിപ്പെരിയാർ അസംഷൻ ദേവാലയത്തിൽ നേർച്ച കഞ്ഞിയും ഒരുക്കിയിരുന്നു. ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് നെടുമ്പറമ്പിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ദുഃഖവെള്ളി ആചരണം നടന്നത്. കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ ദുഃഖവെള്ളിയുടെ ഭാഗമായി കുരിശിന്റെ വഴി നടന്നു. ഇടവക വികാരി ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ നേതൃത്വം നൽകി. ദേവാലയത്തിൽ നടന്ന ദുഃഖവെള്ളി തിരുക്കർമ്മങ്ങൾക്ക് ശേഷമാണ് കട്ടപ്പന ടൗൺ ചുറ്റിയുള്ള പരിഹാര പ്രദക്ഷിണം നടന്നത്. ഫെറോന വികാരി ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ മനു കിളികുത്തിപ്പാറ, ഫാദർ മജോ നിരവത്ത, ഫാദർ ഷിബിൻ തുടങ്ങിയവർ സഹകാർമ്മികരായിരുന്നു. നിരവധി വിശ്വാസികൾ കുരിശിന്റെ വഴിയിൽ പങ്കെടുത്തു. കട്ടപ്പന സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ ദുഃഖവെള്ളി ആചരണം നടന്നു. ഇടവക വികാരി ഫാദർ സജോ ജോഷുവ മാത്യു മുഖ്യ കാർമ്മികത്വം വഹിച്ചു. KP ഫിലിപ്പ് ദുഃഖവെള്ളി സന്ദേശം നൽകി. ഇടവക വികാരി ഫാദർ സജോ ജോഷുവ മാത്യുവിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ദുഃഖവെള്ളി ആചരണം നടന്നത്. പ്രിയമുള്ളവരെ, ജയിക്കുക എന്നതിനേക്കാൾ വലുതാണ് ജയിപ്പിക്കുക എന്നുള്ളത്. യേശു തമ്പുരാൻ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നത് നമ്മെ എല്ലാവരെയും രക്ഷിക്കുവാനും ജയിക്കുവാനും ജയിപ്പിക്കുവാനും വേണ്ടിയാണ്. ഭൂമിയിൽ നിന്നുള്ളതായ എന്തെങ്കിലും ഒരു വസ്തു ഉപയോഗിച്ച് ഒരു കുരിശ് നിർമ്മിച്ചിട്ട് അതിനെ വന്ദിക്കുന്നത് ബിംബാരാധനയല്ലേ നമ്മൾ ചിന്തിക്കാറുണ്ട്. വചനം പറഞ്ഞു തരുന്നുണ്ട്, ഭൂമിയിലുള്ള ഒന്നിനെയും നിങ്ങൾ ആരാധിക്കരുത് എന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ സ്ലീബായെ വണങ്ങണമെന്ന് നമ്മെ പഠിപ്പിച്ചത് മറ്റാരുമല്ല, യേശുതമ്പുരാന്റെ ശിഷ്യന്മാർ തന്നെയാണ്. രാവിലെ 8 മണിക്ക് തന്നെ പ്രത്യേക പ്രാർത്ഥനകൾ ആരംഭിച്ചു. പ്രദക്ഷിണം, സ്ലീബാവന്ദനവ് തുടങ്ങിയ ചടങ്ങുകൾ ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായി നടന്നു. രണ്ടു മണിയോടെയാണ് ചടങ്ങുകൾ സമാപിച്ചത്. തുടർന്ന് നേർച്ചക്കഞ്ഞി വിതരണവും നടന്നു. കട്ടപ്പന സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ദുഃഖവെള്ളി ആചരണം നടന്നു. രാവിലെ 8 മണി മുതൽ ആരംഭിച്ച ചടങ്ങിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. യേശുക്രിസ്തുവിനെ കാൽവരിമലയിലേക്ക് ക്രൂശിക്കാൻ കൊണ്ടുപോയതിനെ അനുസ്മരിച്ച് ദേവാലയത്തിനു ചുറ്റും പ്രദക്ഷിണം നടന്നു. ഫാദർ സജോ പി മാത്യു മുഖ്യ കാർമ്മികനായിരുന്നു.
തുടർന്ന് ഖബറടക്ക ശുശ്രൂഷയും നടന്നു. യേശുക്രിസ്തുവിനെ കയ്പുനീര് കുടിപ്പിച്ചതിന്റെ ഓർമ്മയിൽ വിശ്വാസികൾ കയ്പുനീർ രുചിച്ചു. തുടർന്ന് നേർച്ചക്കഞ്ഞി വിതരണവും നടന്നു. പണിക്കൻകുടി സെന്റ് ജോൺ മരിയ വിയാനി പള്ളിയിൽ ദുഃഖവെള്ളി ആചരണം നടന്നു. തുടർന്ന് പണിക്കൻകുടി കാറ്റാടിപ്പാറ മലമുകളിലേക്ക് പരിഹാര പ്രദക്ഷിണവും നടത്തി. ശിഷ്യന്മാരുമൊത്തുള്ള അന്ത്യ അത്താഴത്തിനു ശേഷം സ്വയം കുരിശുമരണത്തിന് തന്നെ സമർപ്പിച്ച ക്രിസ്തുവിന്റെ ത്യാഗത്തെ അനുസ്മരിക്കുന്നതിനുമാണ് ദുഃഖവെള്ളി. ക്രൈസ്തവരുടെ വിശുദ്ധ വാരാചരണത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ദിനം. ദുഃഖവെള്ളിയുടെ ഭാഗമായി ദേവാലയങ്ങളിൽ രാവിലെ മുതൽ തന്നെ പ്രത്യേക ശുശ്രൂഷകളും പ്രാർത്ഥനകളും ആരംഭിച്ചു. പണിക്കൻകുടി സെന്റ് ജോൺ മരിയവിയാനി പള്ളിയിൽ നടന്ന ദുഃഖവെള്ളി ആചരണത്തിന് ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ വടക്കേൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പണിക്കൻകുടി കാറ്റാടിമല മുകളിലേക്ക് പരിഹാര പ്രദക്ഷിണവും നടത്തി. ഫാദർ ഷാജി മംഗലത്ത് സന്ദേശം നൽകി. നിരവധി വിശ്വാസികൾ ദുഃഖവെള്ളി ആചരണത്തിൽ പങ്കെടുത്തു. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ 7 കമ്പി നടിശ്ശേരിപ്പടി റോഡിൽ യാത്രാ ദുരിതമേറുന്നു. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ 11ാം വാർഡിലൂടെ കടന്നുപോകുന്ന റോഡ് കാലങ്ങളായി അറ്റകുറ്റപ്പണികൾ നടത്താതെ പഞ്ചായത്ത് അധികൃതർ അവഗണിക്കുകയാണെന്നാണ് ആരോപണം. 100 കണക്കിന് കുടുംബങ്ങളാണ് 7 കമ്പി നടിശ്ശേരിപ്പടി റോഡിനെ ആശ്രയിച്ച് കഴിയുന്നത്. 8 വർഷം മുമ്പ് സോളിംഗ് നടത്തിയ റോഡ് പിന്നീട് ടാറിംഗ് നടത്തിയിട്ടുമില്ല. കുടിയേറ്റ കാലത്തോളം പഴക്കമുള്ള റോഡിനോട് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ അവഗണന കാണിക്കുന്നതായാണ് ആക്ഷേപം. 7 കമ്പി നടിശ്ശേരിപ്പടി റോഡാണത്. ഇതിൽ വാഹനങ്ങൾ കടന്നു പോകാനൊക്കെ ഭയങ്കര പാടാണ്. ഞങ്ങൾക്ക് ഇതിൽ നടന്നു പോലും പോകത്തില്ല. ഞങ്ങളില്ല ഉരുണ്ട് വീണൊക്കെയാണല്ലോ കടന്നു പോകുന്നത്. ഒത്തിരി വർഷങ്ങളായി. ഒത്തിരി പഞ്ചായത്തിൽ അപേക്ഷകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഇതുമായിട്ട് റെഡിയായിട്ടില്ല. എന്തെങ്കിലും അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്ത് കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് അതുകൊണ്ട് ഭയങ്കര ഉപകാരമായിരുന്നു. മെറ്റലുകൾ ഇളകിക്കിടക്കുന്ന റോഡിലൂടെ വാഹന കാൽനട യാത്ര പോലും അസാധ്യമാണ്. പൊതുഗതാഗത സംവിധാനം ഇല്ലാത്ത റോഡിൽ ജനങ്ങളുടെ ഏക ആശ്രയം ടാക്സി വാഹനങ്ങളാണ്. എന്നാൽ റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ടാക്സി വാഹനങ്ങൾ ഇവിടേക്ക് എത്താറുമില്ല. ജൂണിൽ സ്കൂൾ തുറക്കാനിരിക്കെ സ്കൂൾ വാഹനങ്ങളും ഇതുവഴി കടന്നുവരാത്ത സാഹചര്യത്തിൽ രക്ഷിതാക്കളും ആശങ്കയിലാണ്. ഇതുമൂലം കിലോമീറ്ററുകളോളം കുട്ടികളെ നടത്തി മെയിൻ റോഡിൽ എത്തിച്ച് വാഹനത്തിൽ കയറ്റിവിട്ടതിനു ശേഷം മാത്രമാണ് മാതാപിതാക്കൾക്ക് ജോലിക്ക് പോകുവാൻ കഴിയൂ. ഗ്രാമപഞ്ചായത്ത് അധികൃതർ അടിയന്തരമായി റോഡ് പുനർനിർമ്മിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ജൈവവൈവിധ്യ പഠനോത്സവവും ക്വിസ് മത്സരവും സംഘടിപ്പിക്കുന്നു. അടിമാലിയിൽ ഹരിത കേരളം മിഷൻ UNDP പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്ഥാപിച്ച നീലക്കുറിഞ്ഞി ജൈവവൈവിധ്യ വിജ്ഞാന കേന്ദ്രത്തിന്റെ കമ്മ്യൂണിറ്റി തല പരിപാടികളുടെ ഭാഗമായാണ് പഠനോത്സവം സംഘടിപ്പിക്കുന്നത്. ജൈവ വൈവിധ്യത്തെക്കുറിച്ചും അതിന്റെ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുമുള്ള അവബോധം കുട്ടികളിൽ എത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് ലോക ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പഠനോത്സവവും ക്വിസ് മത്സരവും നടത്തുന്നത്. ഈ മാസം 25-ന് ബ്ലോക്ക് തലത്തിലും 29-ന് ജില്ലാതലത്തിലും സംഘടിപ്പിക്കുന്ന ക്വിസ് മത്സരത്തിലെ വിജയികളെ പങ്കെടുപ്പിച്ചാണ് മെയ് 16 മുതൽ 3 ദിവസം അടിമാലിയിലും മൂന്നാറിലുമായി പഠനോത്സവ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. 7, 8, 9 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. ഹരിത കേരളം മിഷൻ ജില്ലാ ഓഫീസുകൾ വഴിയും റിസോഴ്സ് പേഴ്സൺമാർ വഴിയും മത്സരത്തിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച വിശദ വിവരങ്ങൾ അറിയാനാവും. ഓൺലൈൻ സംവിധാനത്തിലൂടെ രജിസ്ട്രേഷൻ നടത്താം. പരിസ്ഥിതി, ജൈവ വൈവിധ്യം എന്നീ വിഷയങ്ങളെ അധികരിച്ച ഇന്ററാക്റ്റീവ് രീതിയിലാണ് ക്വിസ് സംഘടിപ്പിക്കുന്നത്. പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റുകൾ നൽകും. കൂടാതെ വിജയികൾക്ക് പ്രത്യേക സർട്ടിഫിക്കറ്റും നൽകും. അടിമാലിയിലെ നീലക്കുറിഞ്ഞി ജൈവ വൈവിധ്യ വിജ്ഞാന കേന്ദ്രത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പച്ചത്തുരുത്തുകളും അതിലെ ജൈവ വൈവിധ്യവും ക്യാമ്പിന്റെ പ്രധാന ഘടകമായിരിക്കും. വിനോദവും വിജ്ഞാനവും കോർത്തിണക്കി ശില്പശാലകൾ, കുട്ടികളുടെ പഠനങ്ങൾ, ഫീൽഡ് പ്രവർത്തനങ്ങൾ, പാട്ടുകൾ, കളികൾ, നൈപുണ്യ വികസനം എന്നിവ ഉൾപ്പെടുത്തിയാണ് 3 ദിവസത്തെ പഠനോത്സവം. ക്വിസ് മത്സരത്തിലും പഠനോത്സവ ക്യാമ്പിലും പങ്കെടുക്കുന്നതിന് കുട്ടികൾക്കുള്ള താമസവും ഭക്ഷണവും സൗജന്യമായിരിക്കും. ഇത്തവണ 2ാമത് പഠനോത്സവ ക്യാമ്പാണ് സംഘടിപ്പിക്കുന്നത്. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ.
മൂന്നാറിന്റെ പ്രവേശന കവാടമാണ് പള്ളിവാസൽ പഞ്ചായത്ത്. പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ തീർത്തിട്ടുള്ള ടേക്ക് എ ബ്രേക്ക് പദ്ധതികൾ രൂപകൽപ്പന കൊണ്ട് ഏറെ വ്യത്യസ്തമാണ്. നിർമ്മാണം പൂർത്തീകരിച്ച ടേക്ക് എ ബ്രേക്ക് പദ്ധതികൾ മികച്ച രീതിയിൽ മുൻപോട്ട് പോകുമ്പോൾ പഞ്ചായത്തിന്റെ തനത് വരുമാനത്തിലും വർധനമുണ്ടായിട്ടുണ്ട്. ടേക്ക് എ ബ്രേക്ക് പദ്ധതികൾ വ്യത്യസ്ത മാതൃകകളിൽ പണി കഴിപ്പിച്ച് അവയുടെ പ്രവർത്തനം മികച്ച രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്ന പഞ്ചായത്തുകളിലൊന്നാണ് പള്ളിവാസൽ പഞ്ചായത്ത്. മൂന്നാറിന്റെ പ്രവേശന കവാടമായതിനാൽ വിനോദസഞ്ചാരികളെ കൂടി ആകർഷിക്കാൻ ലക്ഷ്യമിട്ടാണ് പദ്ധതികൾ നടപ്പിലാക്കിയ സ്ഥലവും അവയുടെ രൂപകൽപ്പനയും പഞ്ചായത്ത് തിരഞ്ഞെടുത്തത്. 4 ടേക്ക് എ ബ്രേക്ക് പദ്ധതികൾക്കാണ് പഞ്ചായത്ത് മുൻകൈയെടുത്തിട്ടുള്ളത്. ഇതിൽ 2 എണ്ണം പ്രവർത്തന സജ്ജമാണ്. ഒരെണ്ണം നിർമ്മാണ പൂർത്തീകരണം കഴിഞ്ഞ് പ്രവർത്തന സജ്ജമാകാൻ ഒരുങ്ങുന്നു. മറ്റൊരെണ്ണത്തിന്റെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുകയാണ്. ടേക്ക് എ ബ്രേക്ക് പദ്ധതികൾ മികച്ച രീതിയിൽ മുമ്പോട്ട് പോകുമ്പോൾ പഞ്ചായത്തിന്റെ തനത് വരുമാനത്തിലും വർധനവുണ്ടായിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 8 മുതൽ 13 വരെ നടന്ന നാഷണൽ കോൺക്ലേവിൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച മാതൃകയിൽ ടേക്ക് എ ബ്രേക്ക് നിർമ്മിച്ച പഞ്ചായത്ത് എന്ന നിലയിൽ അംഗീകാരം ലഭിച്ചതായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VG പ്രതീഷ് കുമാർ പറഞ്ഞു. ആകെ 4 ടേക്ക് എ ബ്രേക്കുകളാണ് നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതിൽ 3 ടേക്ക് എ ബ്രേക്കുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു. പോതമേട്, അതുപോലെ തന്നെ കരടിപ്പാറ, 2 മൈൽ. ഈ 3 ടേക്ക് എ ബ്രേക്കുകളും വ്യത്യസ്തമായിട്ടുള്ള മോഡലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒന്ന് പഴയകാല കോട്ടയുടെ രൂപത്തിൽ, മറ്റൊന്ന് മൂന്നാറിലുണ്ടായിരുന്ന പഴയ ട്രെയിനിൻ്റെ രൂപത്തിൽ, ഒന്ന് KSRTC വോൾവോ ബസ്സിൻ്റെ രൂപത്തിൽ. ഇതിൻ്റെ പ്രവർത്തനം ഏറ്റവും മികച്ച നിലയിൽ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് കരടിപ്പാറയും 2 മൈൽ നമ്മൾ ഓപ്പൺ ചെയ്തു. 2 മൈൽ കുടുംബശ്രീയും കരടിപ്പാറയിൽ കൊട്ടേഷൻ വിളിച്ചെടുത്ത ഒരാളുകളുമാണ് അതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വൃത്തി 2025 നാഷണൽ കോൺക്ലേവിൽ കേരളത്തിലെ ഏറ്റവും മികച്ച മാതൃകയിൽ ടേക്ക് എ ബ്രേക്ക് നിർമ്മിച്ച, അല്ലെങ്കിൽ ഏറ്റവും നൂതനമായ ആശയത്തിൽ ടേക്ക് എ ബ്രേക്ക് നിർമ്മിച്ച പഞ്ചായത്ത് എന്ന നിലയിൽ നമ്മുടെ പള്ളിവാസൽ ഗ്രാമപഞ്ചായത്തിന് അംഗീകാരം ലഭിക്കുകയുണ്ടായി. KSRTC ലോ ഫ്ലോർ ബസിന്റെ മാതൃകയിൽ 2 മൈലിൽ പണി കഴിപ്പിച്ചിട്ടുള്ള വിശ്രമ കേന്ദ്രമാണ് ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നത്. ശുചിത്വ മിഷന്റെ ഫണ്ടും പഞ്ചായത്തിന്റെ തനത് ഫണ്ടും വിനിയോഗിച്ചായിരുന്നു ഈ പദ്ധതി പൂർത്തീകരിച്ചത്. മൂന്നാറിൽ മുമ്പ് ഓടിയിരുന്ന പഴയ തീവണ്ടിയുടെ മാതൃകയിലാണ് കരടിപ്പാറ വ്യൂ പോയിന്റിൽ മറ്റൊരു കേന്ദ്രം നിർമ്മിച്ചിട്ടുള്ളത്. കഫേ, ശുചിമുറികൾ എന്നിവയ്ക്കൊപ്പം വാച്ച് ടവറും ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. പോതമേട്ടിൽ കോട്ടയുടെ മാതൃകയിൽ പണി കഴിപ്പിച്ചിട്ടുള്ള വിശ്രമ കേന്ദ്രം വൈകാതെ പ്രവർത്തനം ആരംഭിക്കും. കോട്ടപ്പാറയിൽ ലൈറ്റ് ഹൗസ് മാതൃകയിൽ പണി കഴിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതിയുടെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുകയാണ്. പഞ്ചായത്തിന്റെ തനത് ഫണ്ട്, പ്ലാൻ ഫണ്ട്, ശുചിത്വ മിഷന്റെ ഫണ്ട് എന്നിവയൊക്കെ വിനിയോഗിച്ചാണ് ഈ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മ പുതുക്കി ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. ഇതിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും നടന്നു. ജില്ലയിലെ വിവിധ ദേവാലയങ്ങളിൽ നടന്ന ദുഃഖവെള്ളി തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തത് ആയിരക്കണക്കിന് വിശ്വാസികൾ. വനംവകുപ്പ് കുരിശു പൊളിച്ചു മാറ്റിയ തൊടുപുഴ തൊമ്മൻകുത്ത് നാരങ്ങാനത്തേക്ക് വിശ്വാസികൾ കുരിശിന്റെ വഴി നടത്തി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്ത് നിലയുറപ്പിച്ചിരുന്നത് വലിയ പോലീസ് സന്നാഹം. തൊമ്മൻകുത്തിൽ കുരിശു പൊളിക്കുകയും ദുഃഖവെള്ളിയാഴ്ച കുരിശിന്റെ വഴി പ്രദക്ഷിണം തടസ്സപ്പെടുത്തിയതും ഫാസിസ്റ്റ് നടപടിയെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. ഇടുക്കിയുടെ ഹൃദയഭാഗത്തുകൂടി കടന്നുപോകുന്ന അടിമാലി കുമളി ദേശീയപാത 185ന്റെ 2ാം ഘട്ട നവീകരണത്തിന്റെ പ്രാരംഭ നടപടി ആരംഭിച്ചു. പാത സമ്മാനിക്കുക, ജില്ലയുടെ കാർഷികം, വിനോദസഞ്ചാരം, ചരക്ക് നീക്കം എന്നീ മേഖലകൾക്ക് പുത്തൻ ഉണർവ്. പരമാവധി വളവുകൾ ഒഴിവാക്കി ഉയർന്ന നിലവാരത്തിൽ നിർമ്മിക്കുന്ന പാത അതിവേഗം പൂർത്തിയാക്കാൻ ലക്ഷ്യം. HCN എക്സ്ക്ലൂസീവ്. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ 7 കമ്പി നടിശ്ശേരിപ്പടി റോഡിൽ യാത്രാ ദുരിതമേറുന്നു. കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ 11ാം വാർഡിലൂടെ കടന്നുപോകുന്ന റോഡ് കാലങ്ങളായി അറ്റകുറ്റപ്പണികൾ നടത്താതെ പഞ്ചായത്ത് അധികൃതർ അവഗണിക്കുകയാണെന്ന് ആരോപണം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.